രാഹു ഭഗവാൻ നവഗ്രഹങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത് ഒരു ഭൗതിക ഗ്രഹമല്ല, ഛായാഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥവും സൂര്യന്റെ ഭ്രമണപഥവും മുറിച്ചു കടക്കുന്ന സാങ്കല്പിക ബിന്ദുവാണ് രാഹു. പുരാണകഥ ഇപ്രകാരമാണ്: സമുദ്രമഥന സമയത്ത് അസുരനായ സൊർബാനു ദേവന്മാരുടെ ഇടയിൽ ഇരുന്ന് അമൃതം കുടിച്ചു. ഇത് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് അവന്റെ തല വേർപെടുത്തി. തലഭാഗം രാഹു എന്നും ശരീരഭാഗം കേതു എന്നും അറിയപ്പെട്ടു. അമൃതം കുടിച്ചതിനാൽ ഇരുവരും അമരത്വം നേടി. ജ്യോതിഷത്തിൽ രാഹു സൂചിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, വിദേശ ബന്ധങ്ങൾ, പെട്ടെന്നുള്ള ഉയർച്ചയും താഴ്ചയും എന്നിവയാണ്. മായയും ഭ്രമവും അസാധാരണ ചിന്തകളും രാഹു ഉണ്ടാക്കുന്നു. രാഹുവിൻ്റെ നല്ല ഫലങ്ങൾ വിദേശയാത്ര, വിദേശ ജീവിതം, പ്രശസ്തി, ഉയർച്ച, പുതിയ മേഖലകളിൽ വിജയം, ധൈര്യവും മുന്നേറ്റവും എന്നിവയാണ്. രാഹുവിൻ്റെ പ്രതികൂല ഫലങ്ങൾ ആശയക്കുഴപ്പം, അമിതമോഹം, ഭോഗാസക്തി, മാനസിക അസ്വസ്ഥത, തെറ്റായ തീരുമാനങ്ങൾ എന്നിവയാണ്. രാഹുപ്രീതിക്കായി ദുർഗാദേവിയെ ഭജിക്കുന്നതും ദുർഗാപൂജ നടത്തുന്നതും നാഗദേവതകളെ ആരാധിക്കുന്നതും ഉത്തമമാണ്. രാഹു സ്തോത്ര അർത്ഥം: അർദ്ധശരീരനായ, മഹാവീര്യമുള്ള, സൂര്യചന്ദ്രന്മാരെ ഗ്രസിക്കുന്ന ശക്തിയുള്ള സിംഹികയുടെ പുത്രനായ രാഹുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം.